തിരുവിതാംകൂറിലെ സമ്പത്ത് ഇത് ആൻറ്റീക്ക് വാല്യൂ ആണ്, ആക്ച്വൽ ഗോൾഡ് വാല്യൂ അല്ല. അതായത് ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു 50,000-ഓളം വെനീഷ്യൻ ഡ്യൂക്കറ്റുകൾ കണ്ടിട്ടുണ്ട്. ഒരു വെനീഷ്യൻ ഡ്യൂക്കറ്റ് എന്ന് പറയുന്നതിൻ്റെ ഗോൾഡ് വാല്യൂ എത്രയാണ്? ഒരു പവനില്ല. അപ്പോൾ ഒരു 30,000 രൂപ. പക്ഷെ മാർക്കറ്റിൽ ഒരു വെനീഷ്യൻ ഡ്യൂക്കറ്റിന് എത്രയാണ് വിലയെന്നറിയാമോ? അതിൻ്റെ ഇരട്ടിയാണ്, ചിലപ്പോൾ 3 ഇരട്ടിയായിരിക്കും. ഈ കാൽക്കുലേഷനിലാണ് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ അസറ്റ്സ് അവിടെ നമ്മളിന്ന് പറയുന്നത്. ആക്ച്വൽ അസറ്റ് അല്ല, ആക്ച്വൽ വാല്യൂ അല്ല, ആൻറ്റീക്ക് വാല്യൂ ആണ്. ഇനി രണ്ടാമത്തെ കാര്യം, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് അന്ന് തിരുവനന്തപുരത്ത്, കൊല്ലത്ത്, കന്യാകുമാരിയിൽ, തിരുനെൽവേലിയിൽ ഈ 4 ജില്ലകളിൽ ഭൂമിയുണ്ടായിരുന്നു. ഈ 4 ജില്ലകളിലെ ഭൂമിക്ക് ശ്രീഭണ്ഡാരം ഭൂമി എന്നാണ് പറയുന്നത്. അതിൽ ഏറ്റവും രസകരമായ കാര്യം തിരുനെൽവേലിയിലെ ഭൂമിയാണ്. തിരുനെൽവേലി ആർക്കാട്ട് നവാബ് ഭരിച്ചിരുന്ന സമയത്തും അവിടെ പോക്കറ്റ്സ് ഉണ്ടായിരുന്നു, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ശ്രീഭണ്ഡാര വക ഭൂമി. ആർക്കാട്ട് നവാബ് ഒന്നും ചെയ്തില്ല. എന്നും മാത്രമല്ല, ആർക്കാട്ട് നവാബ് അനന്തശയന നാണയം ഇറക്കിയിട്ടുണ്ട്, ശിവപാർവതി നാണയം ഇറക്കിയിട്ടുണ്ട്, അതുപോലെ ശിവൻ്റെ നാണയം ഇറക്കിയിട്ടുണ്ട്, അനന്തശയന നാണയവും ഇറക്കിയിട്ടുണ്ട് ആർക്കാട്ട് നവാബ്. അപ്പോൾ ആർക്കാട്ട് നവാബ് പോലും ഈ ശ്രീഭണ്ഡാര ഭൂമിയെ ഏറ്റെടുത്തില്ല. അപ്പോൾ ആ ശ്രീഭണ്ഡാര ഭൂമിയിൽ നിന്ന് കിട്ടുന്ന റവന്യൂ തിരുവനന്തപുരത്തേക്ക് പോയിക്കൊണ്ടിരുന്നു, ഒഴുകിക്കൊണ്ടിരുന്നു. കന്യാകുമാരി ജില്ലയിലെ ലാൻഡ് ടാക്സും അല്ലെങ്കിൽ മറ്റ് ഇതും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു, കൊല്ലത്ത് നിന്ന് വന്നിരുന്നു. ഇനി ഇടയ്ക്കൊരു കാലത്ത് തൃപ്പാപ്പൂറും ദേശിങ്ങനാടും 2 ബ്രാഞ്ചസാണ്. ഈ 2 ബ്രാഞ്ചസിനും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അധികാരമുണ്ട്. ചിറവാമൂത്ത തിരുവടിയായിട്ട് ഭരിക്കുന്നത് ദേശിങ്ങനാട്ട് രാജാവാണ്, കൊല്ലം രാജാവാണ്. തൃപ്പാപ്പൂർ മൂത്ത തിരുവടിയായിട്ട് ഇന്നത്തെ തിരുവിതാംകൂർ രാജാവ്. ഈ 2 പേരും തമ്മിൽ മത്സരമായിരുന്നു പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് കാണിക്കയിടാൻ. ഇതൊരു അഡ്വാൻറ്റേജായി. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ്. തിരുവിതാംകൂറിലെ പ്രധാന അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പോപ്പുലേഷൻ കുറവാണ്, ഫലഭൂയിഷ്ഠമായ ഭൂമിയാണ്, നല്ല കാലാവസ്ഥയാണ്, 2 മൺസൂൺ കൃത്യമായി കിട്ടുന്ന കാലം, കൃഷിക്കാർക്ക് കൊടുക്കുന്ന, കൃഷി തൊഴിലാളികൾക്ക് കൊടുക്കുന്ന വേതനം നിസ്സാരം, ഊഴിയ വേല എന്ന് പറയുന്ന ഒരെണ്ണം ഉണ്ടായിരുന്നു, അടിമത്വവും ഉണ്ടായിരുന്നു. പക്ഷെ കാലിൽ ചങ്ങലയിട്ടിരുന്നില്ല. നീഗ്രോകളെ കാലിൽ ചങ്ങലയിട്ടിട്ടാണ് അവിടെ ജോലി ചെയ്യിപ്പിച്ചിരുന്നത്, പുകയിലപ്പാടങ്ങളിൽ, വെർജീനിയയിൽ. ഇവിടെ അതൊന്നുമില്ല. പക്ഷേ നിസ്സാരമല്ലേ കൂലി അവർക്ക് കിട്ടിയിരുന്ന പ്രതിഫലം. അപ്പോൾ ഇങ്ങനെ അക്വയർ ചെയ്ത, ആർജിച്ച ഒരു സ്വത്തിൻ്റെ ചിലവുമുണ്ട് കേട്ടോ, അതുപോലെ ചിലവുമുണ്ട്. ആ ചിലവും കഴിഞ്ഞിട്ട് ഇനിയും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിധിയെ പറ്റിയാണെങ്കിൽ കുറേ കൂടി മണിക്കൂറുകൾ പറയേണ്ടി വരും. അന്ന് ബഡ്ജറ്റില്ല. പക്ഷേ തിരുവിതാംകൂർ ഗവൺമെൻറ്റിൻ്റെ ഒരു ബഡ്ജറ്റ് എന്ന് പറയുന്നത് 25 ലക്ഷമേ കവിയാൻ പാടില്ല. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പറഞ്ഞിട്ടുണ്ട് 25 ലക്ഷത്തിൽ കൂടുതൽ വരുമാനം പാടില്ല. മിച്ച ബഡ്ജറ്റ് അന്നില്ല. മിക്കവാറും 5 ലക്ഷം രൂപ സർപ്ലസ് ആയിരിക്കണം. ഈ 5 ലക്ഷം രൂപ സർപ്ലസ് ആകുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് പോയിരുന്നു. അതാണ് ശ്രീഭണ്ഡാര തിരുവറയിൽ ഈ BA എന്നൊക്കെയുള്ള പേര് പിന്നീട് കോടതിയുടെ ആവശ്യത്തിന് ഇട്ടതാണ്. ശ്രീഭണ്ഡാര തിരുവറയിൽ ഈ പറയുന്ന സർപ്ലസ് ബഡ്ജറ്റിലെ 5 ലക്ഷം വരുന്ന, അല്ലെങ്കിൽ ചിലപ്പോൾ ചില മാസങ്ങളിൽ 2 ലക്ഷമായിരിക്കും, 3. പക്ഷേ തിരിച്ചുമുണ്ട്, ഇവിടുന്ന് എടുക്കും പണം. പെട്ടെന്നൊരു ക്ഷാമം ഉണ്ടായി, കോളറ ഉണ്ടായി. കോളറയ്ക്ക് ചികിത്സിക്കാൻ വേണ്ടിയിട്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് പണം എടുത്തിട്ടുണ്ട്. വളരെ കൗതുകകരമാണ്, നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. മാത്രമല്ല ഒരുപാട് നല്ല കാര്യങ്ങൾ പറയാനുണ്ട്. സ്വാതിരുന്നാളിൻ്റെ അമ്മയാണ് ഒരു രാജകുടുംബത്തിലെ ഒരു അംഗം ആദ്യമായിട്ട് സ്മോൾ പോക്സിന് വാക്സിനേഷൻ എടുക്കുന്നത്. അമ്മ മാത്രമല്ല, കുഞ്ഞമ്മയും എടുത്തു വാക്സിനേഷൻ. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ അത്ര അറിയപ്പെടാത്ത ചില കാര്യങ്ങളും ഈ കൂട്ടത്തിൽ ഉണ്ടെന്ന് മാത്രം.